ആശാപ്രവർത്തകരുടെ സമരം തുടങ്ങുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. ഹരിത വി കുമാർ ചെയർപേഴ്സൺ ആകും. കൂടുതൽ വിവരങ്ങൾ ശാലിനി നൽകും. ശാലിനി, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, ആശവറ്റി ആശമാരുടെ സമരം ഇന്ന് 95ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു പ്രത്യാശയുടെ വാക്കുകൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുന്നത്. ആശമാരുടെ സമരത്തെപ്പറ്റി പഠിക്കാനും ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാനുമൊക്കെയായി ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ആ സമിതി ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിത വി കുമാർ IASനെയാണ് ഇതിൻ്റെ ഒരു ചെയർപേഴ്സണായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ആ ഉത്തരവ് സർക്കാർ തലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ആശാസമരം 95ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവരുടെ സമരജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു ഉത്തരവ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും ഈ സമരപ്പന്തലിൽ ആശമാരുണ്ട്. ആശമാരുടെ സഹന സമരം തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ അവരുടെ ജോലി വിട്ടവർ പോകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് വിടുതൽ ആനുകൂല്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 95 ദിവസങ്ങളായി ഇവർ ഈ സമരം നടത്തുന്നത്. ആദ്യഘട്ടങ്ങളിൽ രാപ്പകൽ സമരം നടത്തി. രാപ്പകൽ സമരം പിന്നീട് നിരാഹാര സമരത്തിലേക്ക് പോയി. നിരാഹാര സമരം അവസാനിപ്പിച്ച് 3ാം ഘട്ടത്തിൽ അവർ സമരജാഥയിലേക്ക് കടന്നു. കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരജാഥ ഈ മാസം 17ാം തീയതി സമരപ്പന്തലിൽ സമാപിക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ചില ആവശ്യങ്ങൾ സർക്കാർ തലത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഉത്തരവ് കൂടി പുറത്തേക്ക് വരുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജൂലൈ മാസത്തിൽ ഇവരുടെ പരാതികൾ ഒപ്പം തന്നെ ഇവരുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി പരിഗണിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആശമാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അവർ ഈ ഒരു തീരുമാനത്തെ, സർക്കാരിന്റെ ഉത്തരവിനോട് പ്രതികരിക്കുന്നത് എന്നത്? ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് സർക്കാർ തലത്തിൽ നിന്ന്. എങ്ങനെ കാണുന്നു ഉത്തരവിന്? ഈ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് 1 മാസം മുമ്പ് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. ഇപ്പോഴാണ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. നമ്മളുടെ സമരം തുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉത്തരവിൽ വന്നിരിക്കുന്നത് ഇനി 3 മാസം കൊണ്ട് പഠനം നടത്തിയിട്ട് അവരിനിയും ഒരു നടപടി എടുക്കുമെന്നാണ്. ഈ സമരം തുടങ്ങിയപ്പോൾ അവരൊരു കമ്മിറ്റി വെച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം അവർക്ക് ഇതിനകത്ത് തീരുമാനം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതിൽ യാതൊരു ആത്മാർത്ഥതയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യം ഈ 2 വിഷയങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെയും പഠനത്തിൻ്റെയും ഒന്നും തന്നെ ആവശ്യമില്ല. അല്ലാതെയുള്ള വിഷയങ്ങൾ പഠനത്തിന് കമ്മിറ്റി ആകാം. പക്ഷേ ഈ 2 ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന വിഷയം, അതിനകത്ത് പഠനത്തിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ ഇതൊരു സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സമ്മർദ്ദം, അതിനുവേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം. അതെ, അതൊരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല. മന്ത്രിതലത്തിൽ ഏറ്റവും അവസാനം നടന്ന ചർച്ചയ്ക്ക് ശേഷവും ഇത്രയും നാളുകളെടുത്തു ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട്. അപ്പോൾ ഇത് എന്തായാലും ഇപ്പം തന്നെ വീണ്ടും ഓണറേറിയൻ ഡ്യൂസ് ആയിരിക്കുകയാണ്. സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നൊരു വശത്ത് പറയും, മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 3ാം മാസത്തിലേക്ക് കിടക്കുകയാണ് ഓണറേറിയൻ ഡ്യൂസ് ആയിട്ട്. പറയുന്നത് പോലെ ഈ ഒരു ഉത്തരവിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. കാരണം 2ാം ഘട്ട ചർച്ച മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമയത്താണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ നടന്നത്. പക്ഷേ അതിലൊന്നും തങ്ങൾ ചെവിക്കൊണ്ടില്ല. പക്ഷേ ആ കമ്മിറ്റി അന്ന് രൂപീകരിച്ചിരുന്നില്ല. ഇപ്പോൾ 1 മാസത്തിന് മുൻപ് ഹൈക്കോടതിയിൽ സർക്കാർ തന്നെ അറിയിച്ചത് ഈ കമ്മിറ്റി ഓൾറെഡി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ GO ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് സർക്കാരിനോട് ഇവർ ചോദിക്കുന്നത്. സമരം നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ളൊരു തന്ത്രം തന്നെയാണ് സർക്കാരിൻ്റെ ഈ ഒരു GO എന്നുള്ളതാണ് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നത്. ഒരു രീതിയിലും പിന്നോട്ട് പോകില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ തങ്ങൾ ഈ സമരപ്പന്തലിൽ തുടരുമെന്നുള്ള ഉറച്ച നിലപാട് കൂടി ആശാവർക്കർമാർ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലും ഓണറേറിയം നൽകാതിരുന്ന സർക്കാർ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്ന, പൊതുവേദികളിലടക്കം ആവർത്തിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞ 3 മാസത്തിലധികമായി ഓണറേറിയം ഡ്യൂസ് ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ആശാവർക്കർമാർ ചോദിക്കുകയാണ്. എന്തായാലും പ്രത്യാശയോടുകൂടി സമരം തുടരുകയാണ് ആശാവർക്കർമാർ അതിൻ്റെ 95ാം ദിവസത്തിലേക്ക്. ഒപ്പം തന്നെയാണ് ഈ ആശാവർക്കർമാരുടെ സമരം ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരുന്ന കോഴിക്കോട് ജില്ലയിലൂടെ പര്യടനം തുടരുകയും ചെയ്യുകയാണ്. ദേവിക. ശരി, യശാലിനിയാണ് ചേർന്നത്.